ക്കും വിവിധ തരത്തിലുള്ള ആത്മീയ ഞരമ്പ് രോഗങ്ങൾക്കും പരിഹാരം കൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് തത്സമയ വൈദ്യം ഡോക്ടർ ലൈവ്. ഇന്ന് ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത് ഡെമസ്കോസ് ആരോഗ്യ കേന്ദ്രം മുൻ ഡയറക്ടറും പ്രശസ്ത ഞരമ്പ് രോഗ വിദഗ്ധനും പിന്നെ അതുപോലെ ഈ വേൾഡ് സ്പിരിച്വൽ ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക ആത്മീയ ആരോഗ്യ സംഘടനയുടെ മുൻ പ്രസിഡന്റുമായിരിക്കുന്ന വൈദ്യൻ ലൂക്കോസ് വാഴക്കലാണ്. നമസ്കാരം ഡോക്ടറെ, പരിപാടിയിലേക്ക് സ്വാഗതം. തുടർന്നുള്ള അല്പസമയം നമുക്ക് നമ്മുടെ ആത്മീയ രോഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭ്യമാക്കാം. ഞങ്ങളെ നിങ്ങൾക്കും 1000 വിളിച്ച് നിങ്ങളുടെ രോഗങ്ങളുടെ പ്രതിവിധി കണ്ടെത്താമെന്നാണ്. ഡോക്ടർ, താങ്കൾ ആദ്യം നമുക്ക് ഡോക്ടറിനെ പരിചയപ്പെടാം. ഡോക്ടർ ലൂക്കോസ് വാഴക്കലാണത്. ഡോക്ടറിന്റെ ഈ ആധുനിക സേവനത്തെ കുറിച്ച് ഞങ്ങൾ പലതും കേട്ടിട്ടുണ്ട്. ഈ ഡോക്ടർ ചെയ്യുന്ന ഈ ജോലിയെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? കഴിഞ്ഞ 35 വർഷങ്ങളായി ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്തു വരുന്നു. ആത്മീയ ഗോളത്തിലേക്ക് രോഗങ്ങളുടെ കടന്നുകയറ്റം വർദ്ധിച്ചതിനാൽ പെന്തക്കോസ് സമൂഹം അതമ്പതിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. പിന്നെ ഡോക്ടർ എവിടെയൊക്കെയാണ് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പല ക്ലിനിക്കുകളിൽ ജോലി ചെയ്തു. ഡോക്ടർ, നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, തത്സമയ വൈദ്യയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഉണ്ടിട്ടില്ല. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ചാവക്കാട്ടുന്ന ചിന്നമ്മയാണ് വിളിക്കുന്നത്. ചിന്നമ്മ ഡോക്ടർ ഉണ്ടോ എന്നറിയാനാണ് വിളിക്കുന്നത്? അല്ലല്ല, എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു, അത് ഡോക്ടറോട് ചോദിക്കാനാണ് വിളിച്ചത്. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ പ്രശ്നം എനിക്ക് ഈ സാക്ഷ്യം പറയാൻ തുടങ്ങിയാൽ നിർത്താൻ അറിയില്ല. എവിടെ വരെ പോകുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. ഒരാഴ്ചത്തെ കാര്യം പറയുമ്പോഴത്തേക്ക് സഭായോഗം പകുതി അങ്ങ് കഴിയും. ഇതൊരു രോഗമാണോ ഡോക്ടർ? എന്താണ് ഇതിനൊരു പ്രതിവിധി? ചാവക്കാട്ടിൽ നിന്നുള്ള ചിന്നമ്മേ, ഇത് ഒരു ചെറിയ ഞരമ്പ് രോഗമാണ്. പേടിക്കാനൊന്നുമില്ല, ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് വിശ്വാസഗോളത്തിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ്. സാക്ഷ്യത്തിന് അല്പസമയമേ എടുക്കാവൂ എന്ന് പാസ്റ്റർ പറയുന്നതിനെ അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണിത്. ഇതിന് ഒരു ഒറ്റമൂല്യേ ഉള്ളൂ: ഗിലിയാദ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അനുസരണത്തിനുള്ള മരുന്ന്. സിറപ്പ് വാങ്ങിച്ച് ഒരാഴ്ചത്തേക്ക് 3 നേരം പ്രാർത്ഥനയിൽ നിറച്ച് കഴിച്ചാൽ മതി. പിന്നെ അതോടൊപ്പം അച്ചടക്കത്തിന്റെ ക്യാപ്സ്യൂളും അതേപോലെ കഴിക്കുക. കേട്ടോ ചിന്നമ്മേ? ശരി ഡോക്ടർ. ഇത് ചെയ്താൽ കൃത്യനിഷ്ഠ ഇല്ല എന്ന പ്രശ്നം മാറിക്കിട്ടും. പിന്നെ ഒരു പരിഹാരം ഇതിനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ സാക്ഷ്യം പാസ്റ്ററിന്റെ കയ്യിൽ എഴുതി കൊടുക്കുക. ആവശ്യമുള്ള ഭാഗങ്ങൾ പാസ്റ്റർ വായിച്ചോളൂ. ശരി ഡോക്ടർ, വളരെ നന്ദി. അപ്പം ചിന്നമ്മയെ വിളിച്ചത് വളരെ സന്തോഷം. ഇനി വിളിക്കണേ. ഡോക്ടർ, ഈ രോഗം ഇപ്പം എല്ലായിടത്തും പടർന്നിരിക്കുന്നതാണല്ലേ? അതെ, മുമ്പ് ഇത് ഇത്രയും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും ഇത് സാധാരണ. അതെ, ഇതുപോലാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 5 ഭൂഖണ്ഡങ്ങളും ചുറ്റി ചർച്ചിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും പകുതി സമയം കഴിഞ്ഞു. ഡോക്ടർ, നമുക്കൊരു വേറെ കോൾ വരുന്നുണ്ട്. ആരാണ് നോക്കാം. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ ചാത്തറത്തേരിൽ നിന്ന് തോമസ് ആണ് വിളിക്കുന്നത്. തോമസ്, എന്തിനാണ് വിളിക്കുന്നത്? ഡോക്ടറിനോട് സംസാരിച്ചോളൂ. തോമ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വല്ലാത്തൊരു ദഹനക്കേട് പോലെ അനുഭവപ്പെടുന്നു ഡോക്ടർ. ഇതിനെന്താണ് ഡോക്ടർ ഒരു പ്രതിവിധി? എപ്പോഴൊക്കെയാണ് ഈ ദഹനക്കേട് തോന്നുന്നത്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴുമാണ് പാസ്റ്റർ ഇത് വല്ലാതെ ഉരുണ്ട് കയറി വരുന്നത്. ഓ, അത് ശരി. ഒരു കാര്യം തോമസ് മനസ്സിലാക്കണം, വചനം ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ച ഉള്ളതാണ്. വചനത്തിൽ പല മർമ്മങ്ങളും ഉണ്ട്. വചനത്തിലെ ആശയങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തോമസിന്റെ പ്രശ്നം. ഡോക്ടറെ, അതുപോലെ ഒരു പ്രശ്നങ്ങളുണ്ട് ഡോക്ടറെ. അതുപോലെ ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുളിച്ച് ചകട്ടി വരുന്ന ഒരു അസുഖം കൂടെ കയറി വരുന്നുണ്ട് ഡോക്ടർ. ഇതിനെന്താണ് ഒരു പ്രതിവിധി വല്ലതും ഉണ്ടോ ഡോക്ടർ? ഇത് മാറ്റിയെടുക്കാം കേട്ടോ. ആശയങ്ങളോടുള്ള പൊരുത്തക്കേടാണ് ഇതിന്റെ കാരണം. വചനം എന്ത് പറയുന്നോ അത് സ്വീകരിക്കണം. പല വേണ്ടാത്ത ചിന്തകൾ കൂട്ടിക്കഴിച്ച് വിടുന്നത് കൊണ്ടാണ് ഈ ദഹനക്കേടൊക്കെ. തോമ ഒരു കാര്യം ചെയ്യണം. വിശുദ്ധ വചനം എന്നുള്ള മായമില്ലാത്ത പാൽ ചൂടാക്കി സ്തോത്രം പറഞ്ഞുകൊണ്ട് കുടിക്കണം. ആവശ്യമില്ലാതെ അവിടെയും ഇവിടെയും കിട്ടുന്ന ചിന്തകൾ ഒന്നും വിഴുങ്ങരുത്. ശരി ശരി ഡോക്ടർ. മനസ്സിലായോ തോമസ്? ശരി ശരി. ഓക്കെ. ഇനി വീണ്ടും വിളിക്കണേ. ഈ തോമയുടെ അസുഖം ഒരു വല്ലാത്ത അസുഖം തന്നെയാണല്ലേ? അതെ, ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഡോക്ടർ, നമുക്ക് വേറെ ഒരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ കുന്നകുളത്ത് നിന്ന് കുഞ്ഞമ്മയാണ് സാർ. ഡോക്ടർ വാഴക്ക ഉണ്ടോ അവിടെ? ഡോക്ടർ വാഴക്കല്ല, വാഴക്കയാണ്. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയൂ കുഞ്ഞമ്മേ. അതെ ഡോക്ടർ, എനിക്ക് ഞായറാഴ്ച ദിവസം
പോകാൻ സാധിക്കുന്നില്ല. അഥവാ പോയാൽ സമയത്തെത്താൻ കഴിയുന്നില്ല. എന്താ കുഞ്ഞമ്മ സംഭവിക്കുന്നത്? പോകാൻ ഇറങ്ങുമ്പോഴാണ് അന്നത്തെ സിനിമയുടെയും സീരിയലിന്റെയും ഓർമ്മ വരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇരുന്നു പോകും. ഇതെന്താണ് ഡോക്ടർ? ഇതിനെന്താ ഒരു പരിഹാരമുള്ളത്? കുഞ്ഞമ്മേ, ഇത് ഞങ്ങളുടെ ഭാഷയിൽ കണ്ണിടർച്ച എന്ന് പറയും. ഇതിന് ആദ്യമായി ചെയ്യേണ്ടത് എന്തെന്നാൽ TV വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ഹലോ ഹലോ കേൾക്കുന്നില്ല? ഹലോ ഹലോ TV വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ഹലോ കട്ടായെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല? കണക്ഷൻ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. കോൾ കട്ടായി പോയി. അത് കണക്ഷന്റെ കുഴപ്പമൊന്നുമല്ല, TV വീട്ടിൽ നിന്ന് മാറ്റാൻ്റെ കുഴപ്പം. സഹോദരി ഇത് ടെലികാസ്റ്റിലൂടെ കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരിക്കുള്ള പ്രതിനിധി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് TV എടുത്ത് മാറ്റിയാൽ മതി. മാറ്റിയാൽ ഈ ഇടർച്ച മാറിയാൽ കൃത്യമായി യോഗത്തിന് പോകാൻ പറ്റും. ഡോക്ടർ നമുക്ക് വേറൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, തത്സമയ വഴിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ശാസ്താംകോട്ടയിൽ നിന്ന് ശാമുവേലാണ് സംസാരിക്കുന്നത്. ശരി ശാമുവേല, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ ശാമുവേല്. ശാമുവേൽ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി. ശാമുവേലിന്റെ പ്രശ്നം എന്താണെന്ന് പറയൂ. ഡോക്ടർ, ഞാൻ പ്രാർത്ഥിക്കാൻ ധ്യാനിച്ച് കണ്ടിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങി പോവാണ് ഡോക്ടർ. ഓ ആണോ? അത് ശരി. ഈ പ്രശ്നം എപ്പോഴൊക്കെ ആണെന്ന് പറയൂ. ഇത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും ഒക്കെ വല്ലാതെ ഉറക്കം വരുന്നു ഡോക്ടർ. നിരുത്സാഹമാണ് ഇതിന്റെ പ്രധാന കാരണം. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഉത്സാഹത്തോടെ വേണം പോകാൻ. അതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു വ്യായാമം ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓരോ വരി കഴിയുമ്പോഴും ആമേൻ ആമേൻ എന്ന് പറയുക. ആമേൻ ആമേൻ. അതുപോലെ പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്കും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ മതിയോ ഡോക്ടർ? അങ്ങനെ മതി. പിന്നെ അടുത്തിരുന്ന് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ഉണർവായി തീരും. ഈ വ്യായാമം താങ്കൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനമായി തീരും. ഇങ്ങനെ ചെയ്യണ സമയല്ലേ? ശരി. അങ്ങനെ ഡോക്ടറെ, ഈ ഉറക്കം എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇത് തന്നെയാണല്ലേ. ഈ ഇപ്പം പലരും ഇത് അനുഭവപ്പെടുന്നുണ്ട്. പലർക്കും ഈ ഉറക്കം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഈ എന്താണ്, യോന കപ്പലിൽ കിടന്നുറങ്ങി, പിന്നെ ശിംഷോൻ ഡൽഹിയുടെ മടി കിടന്നുറങ്ങി, അതുപോലെ ഏലിയാവ് ചൂരച്ചെടിയുടെ അടി കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ യൂത്തിക്കോസ് പൗലോസിന്റെ പ്രസംഗം കേട്ടോണ്ട് അവിടെ കിടന്നുറങ്ങി. അതും അയാൾ മരിച്ചു പോയി. പക്ഷെ അവിടെ പൗലോസ് ഉള്ളതുകൊണ്ട് അയാളെ രക്ഷപ്പെട്ടല്ലേ. എന്തായാലും നമ്മളെ കേട്ടിരിക്കുന്ന ആരും ഉറങ്ങി വീട്ടിലെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ സമയം അവിടെ തീർന്നിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർത്താൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ സഭയ്ക്കും ഒരുപോലെ പ്രയോജനമായി തീരും. ഇത്രയും നേരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന വൈദ്യൻ ലൂക്കോസ് വാഴക്കലിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം ഞങ്ങൾ കേട്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ഇവിടെ ഡോക്ടർ വാഴയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞരമ്പ് രോഗം ഉണ്ടെങ്കിൽ ഡോക്ടർ വാഴയ്ക്കലിനെ സമീപിക്കുക. മറക്കല്ല, അദ്ദേഹത്തിന് ടെലിഫോൺ നമ്പർ പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ലല്ലേ? അത് കോണ്ടാക്ട് ചെയ്യാൻ മതി. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. അടുത്തതായിട്ട് ഭാവന കുമാരി എമിലി ജെയിംസ്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ ഒരുപാട് വിശ്വാസ സമൂഹത്തെയും സഭകളെയും നാം കാണാറുണ്ട്. ആത്മീയതയുടെ കൊടുമുടിയിൽ എന്ന് നമ്മൾ ചിലർക്ക് തോന്നിപ്പോകുന്ന ഒരു പെന്തക്കോസ്ത് വിശ്വാസിയുടെ ഭവനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമുക്ക് അവരുടെ സംഭാഷണം ഒന്ന് കാതോർക്കാം.
ഇവിടെ ഗ്രഹനാഥന്റെ പേര് ഡേവിഡ് ആൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റോസമ്മ. ഏക മകൻ ടോണി. ഒരു ഞായറാഴ്ച പുലർന്നു. ബേബിച്ചാന്റെ ഉച്ചയിൽ ആ കേൾക്കുന്നത്, ബേബിച്ചാൻ, എടി റോസമ്മേ, നീ ഇതെവിടെയാടി, ഇങ്ങോട്ടൊന്ന് വന്നേ. റോസമ്മാമ്മ, എന്നതാ മനുഷ്യ കിടന്ന് നിലവിളിക്കുന്നത്? ബേബിച്ചാൻ, എടി ഇന്ന് ഞായറാഴ്ചയാ, ആരാധനയ്ക്ക് പോകുന്നു. ആ ചെറുക്കൻ എവിടെയാണ്? റോസമ്മാമ്മ, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുന്നില്ലേ? അതെ, നിങ്ങൾ ഇങ്ങനെ കടന്ന് ധൃതി കൂട്ടണ്ട. ആരാധനയ്ക്ക് അല്പം താമസിച്ചു പോയാലും മതി. ഇന്നാണ് PYP ഉള്ള ദിവസമാണ്. അതുകൊണ്ട് 10 മണി കഴിഞ്ഞ് ഇറങ്ങിയാലും മതി. എനിക്ക് ആ പിള്ളേരെ കാണുന്നതേ ഇഷ്ടമല്ല കേട്ടോ. ബേബിച്ചാൻ, ആ കൊള്ളാം കൊള്ളാം. പിന്നെ ആ ചെറുക്കനോട് പറയണം ആരാധനയ്ക്ക് മാന്യമായി ഡ്രസ് ചെയ്ത് പോകണം. കടുവ പടവും ഏതാണ്ട് എഴുത്തുമുള്ള ബെന്നിനിട്ടുണ്ട് അവൻ കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് പോയത്. ഞാനങ്ങ് നാണം കെട്ടുപോയി. അവന്റെ സ്കൂളിൽ ഇങ്ങനെ ചെല്ലാൻ പറ്റുമോ? ഇത്തരം വസ്ത്രം ധരിച്ച് ചെല്ലുന്നത് ദൈവത്തെയും സഭയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. റോസമാമ, ഓ അത് പോട്ടിന്റെ മനുഷ്യ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ന്യൂ ജനറേഷൻ. അതെ, നിങ്ങൾ എനിക്ക് നല്ലൊരു വാക്യം എടുത്തു തന്നെ എന്നെ സന്തോഷിപ്പിച്ചതായി സാക്ഷ്യത്തിൽ പറയാനോ? ബേബിച്ചാൻ, അല്ല, ഇന്ന് സാക്ഷ്യം പറയാൻ മാത്രം എന്തുണ്ടായി? റോസമാമ, ഓ അങ്ങനൊന്നുമില്ലെന്നേ. എന്റെ പുതിയ സാരിയായിരുന്നു ഞാൻ ഉടുക്കുന്നത്. അത് 4 ആള് കാണണ്ടേ? മാത്രമല്ല നിങ്ങൾ സഹോദരന്മാരുടെ സാക്ഷ്യം ഒട്ടും ഭംഗിയില്ല. കർത്താവ് എനിക്ക് നല്ലവനോ വല്ലവനായിരുന്നു എന്ന് നിസ്സാര മട്ടിൽ അങ്ങ് പറയും. ഒട്ടും ഗ്ലാമറില്ല കേട്ടോ. അതിനൊക്കെ നമ്മുടെ സഹോദരിമാർ. നിസ്സാരം കാര്യങ്ങൾ നമ്മൾ അതങ്ങ് ഭീകരമാക്കും. കൂട്ടാനായിരുന്നപ്പോൾ കൈ മുറിഞ്ഞതും കാല് കല്ലിൽ തട്ടിയതും മുടി ചീറ്റിയപ്പോൾ ചീപ്പ് തലയിൽ കുരുങ്ങിയതും എല്ലാം ഞങ്ങളൊന്നും പറയും. ചീപ്പ് തലയിൽ കുരുങ്ങിയെന്ന് പറയുമ്പോൾ മുടി കരുവേലകത്തിൽ കുടുങ്ങിയ ഫീലിംഗ് തോന്നാൻ കേൾക്കുന്നു. അത് നല്ല വൈബ്രേഷൻ കൊടുത്ത് നല്ല സൗണ്ട് എഫക്ട് കൊടുത്ത് ഇന്നലെ കർത്താവ് എനിക്ക് എന്നെ വിടുവിച്ചു എന്ന് വേണം പറയാൻ. ബേബിച്ചായ, എന്റെ റോസമ്മേ, അത് വഞ്ചനയല്ലേ? വെറും നിസ്സാരം കാര്യമൊക്കെ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നത് ആരാധനയ്ക്കുള്ള വിലയേറിയ സമയം പാഴാക്കുകയാണ്. ഇത്തരത്തിലൊക്കെ സാക്ഷ്യമൊക്കെ മഹാബോറാണ് കേട്ടോ. റോസമാമ, ഓ മിക്ക സഹോദരിമാരുടെ സാക്ഷ്യമൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്, വലിയ കഴമ്പൊന്നും കാണത്തില്ല. ഓ പിന്നെ എനിക്ക് ഇന്നലെ ഞാൻ കണ്ട ദർശനത്തെ കുറിച്ച് പറയണം. ബേബിച്ചാൻ, എന്റെ പൊന്നു റോസമ്മേ, ചതിക്കരുത്. നീ പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും സീരിയൽ കണ്ട് കിടക്കും. എന്നിട്ട് പീക്കിനാവുകൾ കാണും. അതൊന്നും ദൈവം തരുന്ന ദർശനമല്ല. നീ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശീലമാക്കുക. ഇത്തരം പീക്കിനാവുകൾ കാണില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ലൂസിഫർ നിന്റെ പിതാമഹനാണെന്ന് തോന്നും. ദേ മനുഷ്യ, ചട്ടുകം എന്റെ കയ്യിലിരിക്കുന്നേ, ഓർത്തോ? ബേബിച്ചാൻ, എടി നീ പ്രസംഗത്തിനിടയിൽ ബൈബിൾ കൂട്ടാൻ പോലും ഇല്ലല്ലോ. എനിക്കറിയാം, ഇത്രയും വർഷം വിശ്വാസത്തിലായിട്ടും പുസ്തക ക്രമം പോലും നിനക്കറിയത്തില്ല. നാണക്കേട് എന്റെ റോസമാമ. പിന്നെ നല്ല വേദപരിജ്ഞാനമുള്ള നമ്മുടെ പാസ്റ്റർ വാക്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി അത് അവിടെ തന്നെ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതാ ഞാൻ ബൈബിളിൽ വാക്യം നോക്കി ഉറപ്പ് വരുത്താത്തത്. എനിക്ക് പാസ്റ്ററിന് നല്ല വിശ്വാസമാണ്. നിങ്ങൾ സഹോദരന്മാരും ഒട്ടും മോശമല്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ വെളിപ്പാടിൽ നിന്ന് വാക്യം പറഞ്ഞപ്പോൾ ഒരു അച്ചായൻ സങ്കീർത്തനത്തിന്റെ നടുക്കിടന്ന് തപ്പുന്ന ഞാൻ കണ്ടു. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലയോ, തിരുവല്ലയിലും കോട്ടയിലും റാന്നിയിലും ഒക്കെ നടത്തുന്ന അനുഗ്രഹ പ്രാർത്ഥനയിൽ മിക്കവരും രഹസ്യമായി പോകാറുണ്ട്. അവിടെയാണെങ്കിൽ അനുഗ്രഹം മാത്രമേ പറയാറുള്ളൂ, അല്ലാതെ നമ്മുടെ പാസ്റ്ററെ പോലെ വെളിപ്പാടിൽ നിന്ന് പ്രസംഗിച്ച് പീഡിപ്പിക്കാറില്ല. അവിടെ ചെന്നാൽ കാറ് കിട്ടും, വീട് കിട്ടും എന്നൊക്കെ കേൾക്കാം. നമുക്കും ആരാധനയ്ക്ക് പോയാലോ ചായ? ഇവിടുത്തെ പാസ്റ്ററും മറ്റാരും ഒന്നും അറിയില്ല. ബേബിച്ചാൻ, ഒന്ന് ഓടിയായിരുന്നു. ഞാൻ ഈ സഭയിൽ നിന്നും എങ്ങോട്ടുമില്ല. എടി, ഇത്തരത്തിലുള്ള യോഗങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ പാലിക്കാറില്ല. ഇവരാണ് രക്ഷ, വിശുദ്ധി, സ്നേഹം, വിശ്വാസ സ്നാനം, ദൈവപ്രവൃത്തി, കർത്താവിന്റെ 2ാം വരവ് എന്നിവയെക്കുറിച്ച് ഒന്നും പ്രസംഗിക്കാറില്ല. ഇതൊന്നും നീതിയല്ല. അതെ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. PYP കഴിഞ്ഞ് ഇപ്പോൾ ആരാധന തുടങ്ങി കാണാം. നീ വേഗം പോയി റെഡിയാകും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇവരുടെ സംഭാഷണവും വിഷയങ്ങളും കേട്ടല്ലോ.
ഇതൊന്നും നമ്മുടെ ഒന്നും വീട്ടിലുള്ളതല്ല. നാം നമ്മുടെ ജീവിതം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം. നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ദൈവത്തിന്റെ കണ്ണിന് മറന്നിരിക്കുന്നത് ഒന്നുമില്ല. ഇവരോട് ദൈവം ക്ഷമിക്കട്ടെ. ആമേൻ. ഭാവിയെ കൂടെ നല്ല തോട്ട്സ് നമുക്ക് സാധിച്ചു. പ്രിയപ്പെട്ടതിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് പ്രോഗ്രാം കാണുന്ന ഗ്രൂപ്പ് സോങ് കുമാരി ട്രേസി വിനയ I'm sorry, Angel.